എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു കുക്കീസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കുക്കീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ ഒരു 2-3 മണിക്കൂർ മുന്നെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള ബട്ടർ വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1/4 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, ഫുള്ളായിട്ട് മൈദ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കുക്കീസ് റെഡിയാക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടർ തടവി നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ചെറിയ ബോൾ സൈസ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതേപോലെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇല്ലെങ്കിൽ ഒരു ഈർക്കലി എടുത്തിട്ട് ഒരു 4 വര ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ഹീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കീസിൻ്റെ താഴ്ഭാഗമൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു പാത്രം ഇതേപോലെ വെക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ മൂടിക വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ മൂടികയിലൊരു ചെറിയ ഹോളുണ്ട്, അത് ഞാനൊരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കീസിൻ്റെ പാത്രം ഇതിലേക്ക് വെക്കാം. എന്നതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തുറന്ന് നോക്കി റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കീസ് റെഡിയായി കിട്ടും. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്റ്റൗവിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കീസ് ഇവിടെ തൊട്ട് നോക്കുമ്പോൾ റെഡി ആയിട്ടില്ല, സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനത് വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ബട്ടർ കുക്കീസ്. അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലാത്തവർ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ടയോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്